ആളെ പഠിക്കുന്ന മഷ penalty. Balik. Ini nào? Corner kìa, thấy chưa? Đó nói gì?
ഇരിങ്ങാലക്കുട രൂപത വൈദികർ ഒരു ഗോള് CMI വൈദികർക്ക് അടിച്ചിരിക്കുന്നു. അടിപൊളി നല്ല കാലത്തും പേര് സ്ഥിതി ഇപ്പൊ ഇങ്ങനെ
ഓടോടോ ഷോർട്ട് ഗ്രൗണ്ട് ആണ് പക്കടിച്ചാൽ മതി. 11s അല്ല. സ്റ്റോപ്പ് ചെയ്ത് കിട്ടിയില്ല. സെൻട്രൽ അടിക്കണ്ട ഇതല്ല. ഐസ് കൊടുക്ക. ഐസ് കഴിഞ്ഞാ ഡബ്ല്യു ഫോർട്ടി ആണത്. ഈ പിങ്ങിൽ ആരുമില്ല. അവിടെ ബോളുണ്ട്. എന്തിന് 10 പന്ത്. ക്യാമറ ഉണ്ടാവും. അവിടെ
കൊടുക്ക് കൊടുക്ക് അടി വെയിറ്റില്ല ചേട്ടാ പവറായിട്ടേക്ക് 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 കയറണ കയറണ സബ്സിഡി കൊടുക്കല്ലേ സബ്സിഡി വേണ്ട കളിച്ചോ കളിച്ചോ നീ ഇങ്ങനൊരു മനുഷ്യ നോക്കിയാ മനസ്സിലാവും വരുമ്പോ ഹെഡൊക്കെ നോക്കിക്കോളാം സ്റ്റോപ്പ് അടിക്കും റെഡി അല്ലേ കേറി പോ ലോങ് ത്രോ ലോങ് ത്രോ പോസ്റ്റിലേക്ക് പോട്ടെ നേരെ അതന്നെ അതന്നെ പണി പോസ്റ്റ് പഠിച്ചോ അടി വെച്ചു കൊറ
അവസാനം കോട്ട ഉടച്ചു. അജയ നൈസ് അല്ലേ? പിന്നെയും കോറായി ഓർമ്മ അഭിഷേകമുള്ള ഓക്കെ ഓക്കെ താങ്ക് യു മറ്റേ മൂവിൻ്റെ വേണം പക്ഷേ കൊടി പിടിക്കുന്ന ആൾക്കാർക്ക് അവരൊപ്പത്തിനൊപ്പം നിൽക്കണം. ഇനി നല്ല മിസ്റ്റേക്ക് പറ്റില്ലേ കോട്ടരാൻ എന്നെ കണ്ടറിയാം. മകനെന്ത് പറ്റിയേ? കുഴപ്പമുണ്ടാവും പാടില്ല. അയ്യോ പോയില്ലേ ആ ഗ്യാപ്പിൽ മാറിയാള്. സമാധാനപ്പെട്. ഞാൻ ഞങ്ങള് നാളെ എത്തി പറഞ്ഞതാ. പണ്ടത്തെ കണ്ടുപിടിക്കുന്ന അതാണ് പണ്ടത്തെ ഉണ്ണിയെ ഇവനും പറയാണ്ട. പ്രദർശന രണ്ട് കടയും നമ്പറും വരും വരും നാളെ മറ്റേ മാച്ചിന് വരാം. ഗൂഗിൾ പേ ഒക്കെ പ്ലാൻ അല്ലേ? പോരും
ഇന്നൊരു റൗണ്ട് ഇന്ന് ആൾക്കാരില്ല. ശരിക്കും പേര് തന്നെയാണോ പോയിട്ട് കഴിഞ്ഞാ മേഡം കഴിഞ്ഞാ തൊഴിലില്ല ഇനി അവിടെ ഇരിക്കുന്നത് എവിടേക്ക് വന്നത് കഴിച്ചേരാം അതിലും നിങ്ങൾ വന്നല്ലോ അവർക്കൊന്ന് കാണാൻ ആ പറഞ്ഞോട് പറഞ്ഞോട് പിള്ളേരൊക്കെ ഇവിടെ പഠിക്കണേ മോൻ അവിടെയാണ് ഓ ഇരട്ട ഗോൾ പിടിച്ചോളൂ രണ്ട് ഗോള് ഒരാളെടുത്തു ആണല്ലേ അച്ഛന്മാരാണല്ലേ അതാണ് നീർക്കോലി വന്നിട്ട് അടിക്കാൻ അല്ലല്ല ഓടാണ്ടില്ലേ ഞങ്ങളുടെ മേലെ ആരെ വീഡിയോ എടുത്ത എത്ര വെള്ളമാണ് കുടിക്കുന്നത് നിങ്ങളാണ് കളിക്കണം നോക്കിക്കണേനാണ് അപ്പൊ അത് പറഞ്ഞിട്ട് വടിനി അടിക്കാൻ ഇന്നലെ കണ്ടില്ലേ അളപ്പില്ലേ ചന്തര് കടകള് വെള്ളം അച്ഛന്മാര് നല്ല കളിയാണ് 3-0 ആളുടെ പേര് ലിജോ എന്നാ സെബാൻ എന്നല്ല പേര് ഞാൻ അവിടെ പോയി ചോദിച്ചു സെബാൻ ജയിച്ചു നോക്കി പറഞ്ഞാൽ വെറ്ററൻസാ ഗംഭീര പറയണം ഉണ്ട് അതിന് 10 സെന്റ് വേറെ കൊടുത്തേ ഞങ്ങൾക്കൊക്കെ ഉണ്ട് 34 സെന്റ് അത് കരടക്കിലൊക്കെ പേരിലായതുകൊണ്ട് അതിന്റെ പേരിലേക്ക് കൊടുക്കാം അപ്പൊ അത് ആ സെന്റ് അതേറാക്കാം എത്ര വരുന്നത് 1000 രൂപ 1.2 കാരണം ഇതായിട്ട് സെറ്റിൽമെന്റ് 1.2 സാറാ ചോറുള്ളത് ചേരൂര് വഴിക്കും 4 ആ സമയത്ത് ഇവിടെ കൊലാനിലേക്ക് ഇറങ്ങില്ലേ 13.75 അയ്യോ തിങ്കളാഴ്ച ഞാൻ നാളെ എന്തോ ഒരു ചൊവ്വാഴ്ച എടുത്തുണ്ട് ഒരു മനുഷ്യനില്ല
കുരിശിന്റെ വഴിക്ക് കളി നടക്കല്ലേ? കളി നടക്കാൻ പറഞ്ഞാൽ നമ്മളും കളി നടന്നവരല്ലേ. സംഘടനക്കാരനെ വരില്ല, നമ്മൾ വയസ്സായ ആളുകളൊക്കെ പിടിക്കും. അല്ല ആലോചിച്ചിട്ട് നിൽക്കട്ടോ ആൾക്കാരുടെ അവിടെയും അവിടെ വരുന്നുണ്ട്, പക്ഷെ ഒരു ലക്കില്ല. നാലാം ഗോൾ അടിച്ചു. ആരെ ഗോൾ അടിച്ച അറിയില്ല അല്ലേ? ആരെ ഗോൾ അടിച്ച അപ്പൊ 4-0 അല്ല 3-1. ഒരാളുടെ കൊടുത്തു അപ്പൊ കറക്റ്റാ. ബ്ലൂ ആണ്. അത് എത്ര മടിയന്മാരാണെങ്കിലും മാറും. പിന്നെ
നാളേക്ക് കുറച്ച് വെള്ളം ഇതൊക്കെ നാളെ കൂട്ടുകാരൻ ഐസിനുകള് അതുപോലെ കുറച്ച് വെള്ളം വെള്ളം കൂടി എടുത്തോ നാളെ സാധാരണ മുപ്പത് വെള്ളമാണ് പറഞ്ഞത് 60 വെള്ളം പറയുന്നത് നമുക്ക് പഠിക്കാൻ അവരുടെ കാര്യം നാളെ 60 വെള്ളം വെള്ളം കൊടുത്താൽ മതി. ആ പെരുമ്പാവൂരുകാരൊക്കെ എന്തോരം കിടന്ന് തുടങ്ങാന്നറിയാം നാളെ അല്ലേ? മൊത്തം കൊടുക്കണ്ടാണ്. ഞാൻ പറഞ്ഞ നാളെ കൂടി തീർന്നില്ലേ? ഞാൻ പറഞ്ഞ നാളെ സോഡി വെള്ളത്തിൽ കാണികളെ വരെ കുടിക്കില്ലേ? നാളെ ഒരു കളിയാക്കാതെ അല്ലെ അവര് പരിഗണിക്കണേ ഈ നമ്പർ അടിക്കലോ പറയാനല്ലേ ഞാൻ അതുകൊണ്ടൊന്നും പറയില്ല. ഇതില് ഓടിയ പിടിക്കണ്ട. ആ ഓടിയുണ്ട് ആള് കട്ട് ചെയ്തിട്ടുള്ളൂ. ഗോളടിച്ച് നീലക്കൈ ജേഴ്സിട്ട് കളിക്കാം. 3 ഗോളടിച്ചു. മറ്റൊരു ഗോളടിച്ചു. അച്ഛനെ ഗോളടിച്ച് അടിച്ചാൽ മറ്റൊരാ തോമസ് അവിടെ അച്ഛൻ 2 ഗോളടിച്ചേ. അത് മാറ്റി അത് ഗോളായനത് ആക്ഷൻ കാണിച്ചിട്ട്. ഫോൺ അടിക്കുന്നില്ല. എവിടെ ജോഷി മാപ്പിള? അതെ ജോലി ജോഷി ആരും പാസ് ചെയ്തോളെ. അയ്യോ മൂക്ക് പിടിച്ചില്ലേ? പഞ്ഞി അയ്യോ ഒരു ലോഡ് പഞ്ഞിക്കണ അയ്യോ ചോര വന്നിട്ട് പഞ്ഞി തുടച്ചു വിട്ടു. എന്നിട്ട് പിന്നെയും അത് ഹാഫ് ടൈം ആകുമ്പോൾ പിന്നെ വന്നപ്പോൾ ചോര എടുത്തോണ്ടിരിക്കാന്ന് മറ്റേ പഞ്ഞി പൊടി അല്ല അതിന് പിന്നെ അവിടെ ഇല്ല. വെള്ളം കൊടുത്തു പിന്നെ അവര് കളിച്ചോണ്ടിരിക്കല. വീട്ടിൽ വന്നതാ. സംഭവം പോസ്റ്റ് കൂടിയാ. ഫ്രണ്ട്ലി മാച്ച് അല്ലേ? നാളെ വന്നോളൂ.
മാമ്പള്ളി ചായ ജോഷേട്ടൻ ചായ വീട്ടിലിരിക്കുന്നുണ്ട്. ചെല്ലാണെങ്കിൽ ഞാൻ ഫ്ലാസ്കിലാക്കി തരാം. ഓട് കൊടുക്ക് ഡോക്ടർ ചെല്ല് വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കും. വെള്ളം അതെ വിളിക്കണേ ഡോക്ടർ ആൾക്കും അച്ഛന്മാരെ എന്തൊരു സുഖമില്ല. തിടുക്കം വേണ്ട, സിമ്പിളായിട്ട് അടിച്ചാൽ കയറുന്നത്. തീരായി തീരായി തുടങ്ങിയപ്പോ നേരം വൈകി. ജോഷേട്ടൻ എന്തൊരു പ്രശ്നം? അങ്ങനെ നോക്കി ഗോളി ഏതാ നോക്ക്. അത് പോയി ചേട്ടാ, ഇത് പോയല്ലേ. അത് ചികിത്സിക്കുന്ന ഡോക്ടറല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം എടുത്ത് വെച്ചോ. അടുത്ത പ്രായമായിട്ടുള്ള ആൾക്കാരാ കളിക്കാൻ വരുന്നത്. അതന്നെ എപ്പോഴും വെള്ളം വേണ്ടി വരും. വേറെ ഡോക്ടറില്ല. അതെ ഇന്നത്തെ ഡോക്ടർ ഇനി ഞങ്ങൾക്ക് ആകെ ഒരു ഡോക്ടറുള്ളൂ. അടുത്ത അതല്ലാന്ന് ഇനി ഇനി അടുത്ത ഡോക്ടർ സ്ഥാനം ഒരാൾക്ക് കൊടുത്തിട്ട് ആളെ ഏറ്റെടുത്തിട്ടില്ലേ? ഇന്നലത്തെ കിക്ക് കാണണം. അടിപൊളി. ഏത് കിക്കാണ് ഉദ്ദേശിച്ചേ? ഇവിടെ വെച്ചിട്ട് കാണേണ്ടതായിരുന്നു. അടുത്ത പന്ത് കൊടുക്കടാ, അടുത്ത പന്ത് കൊടുക്ക്. മറ്റേത് ഇപ്പൊ അവര് അധികം സമയം വേണ്ടാന്ന് 15 മിനിറ്റ് മതി. 15 മാക്സിമം പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇതായില്ലോ കേറായില്ലോ. പിടിച്ചു സൂപ്പർ ഗോളാ. സൂപ്പറായി സൂപ്പറായി.
ഏറ്റവും കൊലയി ആർക്കിട്ട് കാട് വിളിക്കണേ എന്തുട്ടീനെ കാട് പുറത്തേക്ക് പോയി 4-1 കളിക്കില്ലേ അല്ല വെറുതെ കുറച്ചു നേരം മുനിസിപ്പൽ കൗൺസിലേഴ്സ് മര്യാദക്ക് നടക്കണ കണ്ടൂടാ ഞാൻ അത് കാരണം കാണാൻ വന്നിരിക്കണേ ആരെ പറഞ്ഞ ആളെ ഇവിടെ കൊണ്ടുവന്നില്ലേ ആ പറഞ്ഞ ആളെ ഇവിടെ കൊണ്ടുപോയി അതിന്റെ ഫൈനലിന് തലേന്ന് നടക്കുന്ന സൗഹൃദ മത്സരങ്ങളാണ് ഇന്നിവിടെ നടന്ന ഒരു മത്സരം കഴിഞ്ഞു. ഇനി അടുത്ത മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഇരിങ്ങാലക്കുട ഇടവകയുടെ വികാരിയച്ഛനും അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് AKCC ഇരിങ്ങാലക്കുട കത്തീഡ്രൽ യൂണിറ്റിന്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിന്റെ മുനിസിപ്പൽ സെക്രട്ടറി MM ഷാജി മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം ഔസഫ് പുണ്യേട്ടൻ നമുക്ക് എല്ലാ പിന്തുണയും സഹായവും നൽകുന്ന ഔസഫ് പുണ്യേട്ടൻ ആശംസ അറിയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഔസഫ് പുണ്യചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വേദിയിലിരിക്കുന്ന AKCC യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ രഞ്ജി അക്കരക്കാരനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. AKCC യൂണിറ്റിന്റെ ട്രഷറർ വിൻസെന്റ് കോമ്പറക്കാരനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. AKCC വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പള്ളി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീ ഡെൽസൺ കോട്ടോളി പ്രോഗ്രാം കൺവീനർ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ഈ ഫുട്ബോൾ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനേഴ്സ് ആയിട്ടുള്ള വർഗീസ് ജോൺ, ഷാജു പാറേക്കാടൻ, ജോബി അക്കരക്കാരൻ എന്നിവരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഫുട്ബോൾ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള വാർഡ് കൗൺസിലറുമായിട്ടുള്ള ശ്രീ PT ജോർജ് ഏട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ രൂപത വൈദികർക്കും CMI വൈദികർക്കും അതുപോലെ തന്നെ വെറ്ററൻസ് മൈതാനം അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് നല്ലവരായ കാണികളെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, വാശിയേറിയ മത്സരമായിരുന്നു ജീസസ് യൂത്തും ഇരിങ്ങാലക്കുട രൂപത വൈദികരും തമ്മിലും CMI വൈദികരും തമ്മിലുള്ള മത്സരം. ഈ മത്സരത്തിലെ 4 ഗോളുകൾ രൂപത വൈദികരും ജീസസ് യൂത്ത് അടങ്ങിയ ടീമും CMI വൈദികരും 1 ഗോൾ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. നമ്മളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്, ലാസർ അച്ഛനാണ് ഇന്ന് വിജയികൾക്കും രണ്ടാമത്തെ റണ്ണേഴ്സ് അപ്പ് ടീമിനും ട്രോഫി നൽകുക. പ്രിയപ്പെട്ട വികാരി അച്ഛൻ നമ്മളുടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതായിരിക്കും.
ഇന്നിവിടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ ഷാജു, KCCയുടെ പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ, മുനിസിപ്പൽ കൗൺസിലർ ജോർജേട്ടൻ, നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ മിസ്റ്റർ ടെൽസൺ കോട്ടോളി, പ്രോഗ്രാം കൺവീനർ ഷാജു കണ്ടംകുളത്തി, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അവസരപ്പുണ്ണി, നമ്മുടെ പ്രിയപ്പെട്ട ഷാജു പാലക്കാടൻ, പ്രിയമുള്ള അത്ലറ്റ്സ്, കായിക പ്രേമികളെ, ഇന്നിവിടെ നടന്നത് ഒരു സൗഹൃദ മാച്ചാണ്, സൗഹൃദ മത്സരം. ഈ സൗഹൃദ മത്സരത്തിൽ പങ്കെടുത്തത് CMI ഫാദേഴ്സും, മറു ടീമിലായി ജീസസ് യൂത്തിൻ്റെ അംഗങ്ങളും ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികരുമാണ്. ഞാൻ ഹാഫ് ടൈമുകളായിട്ടാണ് എത്തിയത്. അപ്പോൾ ജീസസ് യൂത്ത് 1 അടിച്ച് നിൽക്കുകയാണ്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നല്ല കളി കാഴ്ചവെച്ച് ജീസസ് യൂത്ത് ഇരിഞ്ഞാലക്കുട ഫാദേഴ്സും 4-ലേക്ക് ഗോൾ നിലവാരം ഉയർത്തുകയുണ്ടായി. കളി വളരെ ആസ്വാദകരമായിരുന്നു. ദിവസവും കളിക്കുന്ന ടീം അംഗങ്ങളല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികൾ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പരിമിതികളെ മറന്നുകൊണ്ട് യൗവനത്തിൻ്റെ ആ തീക്ഷ്ണതയിൽ 2 ടീമുകളും അതിമനോഹരമായിട്ടുള്ള രീതിയിൽ കളി കാഴ്ചവെക്കുകയുണ്ടായി. 2 ടീമുകൾക്കും സൗഹൃദ മത്സരമായതുകൊണ്ട് തന്നെ ആര് വിജയിച്ചു എന്നുള്ളതല്ല, നന്നായിട്ട് കളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 2 ടീമുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, ഇരിഞ്ഞാലക്കുട KCCയുടെ പേരിലും ഇവിടെയുള്ള ആസ്വാദകരുടെ പേരിലും. പിന്നെ 4 ഗോൾ അടിച്ച ജീസസ് യൂത്ത് ഇരിഞ്ഞാലക്കുട ഫാദേഴ്സ് ടീമിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഇരിങ്ങാലക്കുട മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ MH ഷാജിഖ് നമ്മളോട് സംസാരിക്കും. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഇരിങ്ങാലക്കുട കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ, ഈ പരിപാടിയിലെ സംഘാടക സമിതി ചെയർമാൻ ശ്രീ PT ജോർജ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ഷാജു കണ്ണകുളത്തി ജനറൽ കൺവീനർ, ശ്രീ ടെൽസൺ, ശ്രീ ഔസേപ്പുണ്ണിയേട്ടൻ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, ഷാജു പാറേക്കാടൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം ഇവിടെ 2ാമത്തെ വർഷമാണ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ കളിസ്ഥലങ്ങൾ ഉണ്ടാവുകയും അവിടെ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ ഉണ്ടാവുകയും ഏതെങ്കിലും സ്ഥലങ്ങളിൽ ടൂർണമെന്റ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനിപ്പോൾ അടുത്ത് വായിച്ചൊരു വാർത്ത, കാസർഗോഡ് ജില്ലയിൽ അവിടുത്തെ പോലീസിന്റെ ആസ്ഥാനത്തുള്ള ഒരു വലിയൊരു സ്ഥലത്ത് അവിടുത്തെ യുവജനങ്ങളെ നേരായ വഴിക്ക് കൊണ്ടുവരാനുള്ള പോലീസിന്റെ അവസാനത്തെ ശ്രമനിലയിൽ അവർ ചെയ്തത് ആ സ്ഥലം വളരെ വൃത്തിയാക്കി അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റുക എന്നാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു ഫുട്ബോൾ ടൂർണമെന്റ്
നമ്മുടെ അഭിവന്ദ്യ മാർ ജെയിംസ് പതയാറ്റിൽ പിതാവിൻ്റെ നാമധേയത്തിൽ ഇവിടെ ആരംഭിച്ചത് വളരെ നല്ല കാര്യമാണ്. അതിന് ഈ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ കളി ഞാൻ ഒരുപാട് നാളായി ഫുട്ബോൾ കണ്ടിട്ട് ഈ പരിപാടിക്ക് വിളിച്ചതുകൊണ്ട് അല്പം സമയം ഇതിലൂടെ ചെലവഴിച്ച് കുറച്ച് സമയം കളി കണ്ടു. സാമാന്യം തിരക്കില്ലാത്തൊരു കളിയായിരുന്നു. പ്രത്യേകിച്ച് വൈദികരും ആയിട്ടുള്ള ഒരു കളി എന്ന് പറയുമ്പോൾ അതിനൊരു കൗതുകത്തോടെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. കൂടാതെ ഇന്ന് എൻ്റെ ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സും കുറച്ച് സ്റ്റാഫും ഉൾപ്പെടെയുള്ള ഒരു ടീമും കൂടി കളിക്കുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് വേണം പോകാൻ. ഏതായാലും ഈ ഇന്നത്തെ കളിയിൽ ഇപ്പോൾ ഈ സൗഹൃദ പങ്കെടുത്ത 2 ടീമുകൾക്കും, ജീസസ് യൂത്ത് ടീമിനും അതുപോലെ തന്നെ CMI വൈദികര ടീമിനും എല്ലാ അഭിനന്ദനങ്ങൾ നേടുകയാണ്. അതുപോലെ തന്നെ ഇതിൽ വിജയിയായിട്ടുള്ള ജീസസ് യൂത്ത് ടീമിന് ഒരു അഭിനന്ദനം കൂടി പ്രത്യേകം കൂടി ബോണസായി കൂടി നൽകും. എല്ലാവർക്കും എല്ലാ ആശംസ നേർന്നുകൊണ്ട് ഈ പരിപാടി ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്നോട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഔസേ പുണ്യാട്ടൻ, നമുക്കറിയാം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒന്നല്ല, ഈ പ്രദേശത്തെ ഒരു സീനിയർ വെറ്ററനാണ്. നമ്മുടെ ഫുട്ബോൾ കളിക്കാരെയും അതുപോലെ തന്നെ കലാ കായിക സാഹിത്യ മത്സരങ്ങളെയൊക്കെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്, ഒരു സാമൂഹിക പ്രവർത്തകനാണ്. മറ്റ് അനേകം യുവാക്കളെയും യുവതികളെയും എല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഏറെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സീനിയർ വെറ്ററനായിട്ടുള്ള AK ഔസേ പുണ്യാട്ടനെ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഏറെ ഇഷ്ടമുള്ള ഞങ്ങളുടെ ഏറെ വികാരിയച്ഛൻ ഇപ്പോൾ ഔസേ പുണ്യാട്ടനെ പൊന്നാട എണീച്ചുകൊണ്ട് ആദരിക്കുകയാണ്. നമുക്ക് കൈയടിച്ചുകൊണ്ട് ഔസേ പുണ്യാട്ടനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പൊന്നാട എണീക്കുകയാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ. ഇത് ഈ ഇടവകയിലെയും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും അംഗീകാരവും ആദരവുമാണ്. പ്രിയപ്പെട്ട ഔസേ പുണ്യാട്ടൻ 84 വയസ്സിലെ പ്രായത്തിനെ കവച്ചു വയ്ക്കുന്ന ചുറുചുറുക്കുള്ള ചേട്ടനാണ്. പ്രിയപ്പെട്ട ഔസേ പുണ്യാട്ടന് പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും നൽകുന്നു. 2 വാക്ക് ഔസേ പുണ്യാട്ടൻ നമ്മളോട് സംസാരിക്കും. എനിക്കറിയാം കളി തുടങ്ങാനായിട്ട് ഇനി അധികം സമയമില്ല, അതുകൊണ്ട് തന്നെ 2 വാക്ക് ഔസേ പുണ്യാട്ടൻ സംസാരിക്കും. 84 നമ്മുടെ പിതാവെന്താ പറഞ്ഞ സെക്രട്ടറിനെ വിളിച്ചിട്ട് ആ ഡയറി എടുക്കാൻ പറഞ്ഞു. 84 48 ആക്കാൻ പറഞ്ഞു. 48. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങളൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കുന്നില്ല, കളിയൊക്കെ ഗംഭീരമായിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ശവടുപ്പ് കഴിഞ്ഞിട്ടാ ഈ ഔഷധപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ലാസ്റ്റ് എന്റെ കൈ പിടിച്ച നടത്താൻ എന്റെ ശവടുപ്പിൽ ആരും ഉണ്ടാവില്ല. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിത്തെ കളി ഇതിന് ഗംഭീരമായിരിക്കാൻ വേണ്ടി നമ്മുടെ കോച്ചേരി ജോൺസൺ ഇടില്ലേ? ഓക്കെ. നേരത്തെ അച്ഛന്മാരുടെ മത്സരത്തിൽ ജയിച്ച ഇരിങ്ങാലക്കുട രൂപത ജീസസ് യൂത്തും അതുപോലെ തന്നെ രൂപത വൈദികരുമുള്ള ടീമാണ് 3 ഗോളിന് ജയിച്ചത്. ഫാദർ ബെർലിനും ഫാദർ ലിജോയുമാണ് 2 ഗോളുകൾ വെച്ച് 4 ഗോളുകൾ അടിച്ചത്. ആ രൂപത ജീസസ് യൂത്തിന്റെയും രൂപത വൈദികരുടെയും ടീം അംഗങ്ങളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മെഡൽ നൽകിക്കൊണ്ട് നിങ്ങളെ ആദരിക്കുന്നു. സജു ദേവസി, വിൻസെന്റ്, ഡെൽവിൻ ഡെന്നി, റൈനോൾ ജോയ്, ഇമ്മാനുവൽ, CJ, ഡെൽവിൻ ടൈറ്റസ്, ജോബി അക്കരക്കാരൻ, ഫാദർ ജോൺ ഐക്കര കപ്പുച്ചൻ, ഫാദർ ലിജോ MS, ഫാദർ ബെർലിൻ എറണാകുളം. ഫാദർ ബെർലിനാണ് 2 ഗോൾ അടിച്ചത്. ഫാദർ ലിജോയും 2 ഗോൾ അടിച്ചു. 4 ഗോളാണ് രൂപത വൈദികര് ജീസസ് യൂത്ത് അടങ്ങുന്ന ടീം. സജു ദേവസി, ഫാദർ സെബിൻ എടാട്ടുകാരൻ ഇരിങ്ങാലക്കുട രൂപതയിലെ ബെസ്റ്റ് പ്ലെയറാണ്. അദ്ദേഹം ഈ കത്തീഡ്രൽ ഇടവകയായിരുന്നു. ഡെൽവിൻ ഡെന്നി ഗോളിയാണ്. 2 ഗോൾ അടിച്ച ലിജോ.
ഫാദർ ലിജോ, ഫാദർ ബെർലിനും ഫാദർ ലിജോയാണ് രണ്ട് ഗോൾ വെച്ചിട്ട് 4 ഗോൾ അടിച്ചത്. സാന്റോ വിൻസൻ, ഡെൽവിൻ ബെന്നി, റൈനോൾ ജോയ്, ഇമാനുവൽ CJ, ഡെൽവിൻ ടൈറ്റസ്. നമ്മുടെ ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന അച്ഛനാണ്. അച്ഛനെ വിളിച്ചു. ആ ഗോളി ഡെൽവിൻ ടൈറ്റസ്. ടീം മാനേജറും അസിസ്റ്റന്റ് ഗോളിയും കൂടിയായിരുന്ന ജോബി അക്കരക്കാരൻ ജീസസ് പ്രധാന കളിക്കാരനാണ്. CMI വൈദികരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഫാദർ ജെയിംസ് മൂലമറ്റി. ഫാദർ ജെയിംസ്, ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ MH ഷാജിഖ് പാലയിട്ട് മെഡൽ. ഫാദർ ജെയിംസ് ആൽഫാൻ അവരുടെ ക്യാപ്റ്റനായിരുന്നു സിഎംഐയുടെ. ഫാദർ ജിജോ, ചേതന ഡയറക്ടർ. ഫാദർ ജിജോ, ചേതന ഡയറക്ടർ. ഫാദർ ലിജോ, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ, കുന്നംകുളം പ്രിൻസിപ്പൽ. ഫാദർ ലിജു, ഡൊണാൾഡ് മഡഗാസ്കർ മിഷണറി. ഷെബിൻ, ഡോണൽ, ഫാദർ ഡോണൽ, ഷെബിൻ. ബ്രദർ ജിയോ, ഫാദർ ജിയോ കോട്ടോളി, ഇരിയാലക്കുടക്കാരൻ കൂടിയാണ്. CMI വൈദികർ കൂടിയായിട്ടുള്ള കഴിഞ്ഞ വർഷം പട്ടം കിട്ടിയുള്ള ജിയോ കോട്ടോളി അച്ഛനാണ്. അവർ 2 അച്ഛന്മാരുടെ 2 ടീമുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. ഫാദർ ജെയിൻ ദേവമാത, ബ്രദർ ഓസ്റ്റിൻ കല്ലേലി, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ AKCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 2ാമത് മാർ ജെയിംസ് മറിയാറ്റ് മെമ്മോറിയൽ അഖില കേരള സയൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 7ാം ദിവസമായി ഇന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ദാസൻ കുറ്റിക്കാടൻ. നമുക്കറിയാം, നമ്മുടെ ഇടവകയിലെ 3500ഓളം വരുന്ന കുടുംബങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുകയും ഈ ഫുട്ബോൾ ടൂർണമെന്റ് വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അച്ഛൻ വികാരിച്ചൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ ഡോക്ടർ ഡ്രഗ്സ് അല്ല ലഹരി, ഫുട്ബോളാണ് ലഹരി എന്നുള്ള അച്ഛൻ്റെ ആ ഒരു സന്ദേശത്തോടു കൂടിയിട്ട് നല്ല രീതിയിൽ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇന്നിവിടെ വന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടിന് ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മുഖ്യാതിഥി മുനിസിപ്പൽ സെക്രട്ടറി MH ഷാജി വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും പെരുമാറുകയും ഏതൊരു കാര്യത്തിനും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതിൻ്റെ ആൻസറും എല്ലാ കാര്യങ്ങളും വളരെ സ്റ്റഡി ചെയ്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളിൽ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ കൗൺസിലർമാരും അതുപോലെ തന്നെ ജീവനക്കാരും ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയിട്ട് എപ്പോഴും കാണുന്നതാണ് നമ്മുടെ ഈ സെക്രട്ടറി MH ഷാജിക്കിന്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടിയുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമുക്കറിയാം ഔസേപ്പ് പുണ്ണിച്ചേട്ടൻ ഇരിയാലക്കുടയുടെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുകയും എപ്പോഴും സഹായഹസ്തവുമായി ഏത് സമയത്തും എത്തിച്ചേരുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഔസേപ്പ് പുണ്ണിച്ചേട്ടന് ഈ ടൂർണമെന്റിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്ത ഈ ടൂർണമെന്റിന്റെ ജനറൽ കൺവീനർ ഷാജു അബ്രഹാം കണ്ടകൊളുത്തി ഈ ടൂർണമെന്റിന്റെ വിജയത്തിനായി മിക്ക സമയവും ഇവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ കൺവീനർ ഷാജു അബ്രഹാം കണ്ടകൊളുത്തി ഏറ്റവും സ്നേഹത്തോടിയിട്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. രഞ്ജി അക്കരക്കാരൻ AKCCയുടെ പ്രസിഡന്റ്, നമുക്കറിയാം AKCCയിലെ എല്ലാ അംഗങ്ങളെയും ഒറ്റ രീതിയിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരനെ ഏറ്റവും സ്നേഹത്തോടിയിട്ട് ഈ യോഗത്തിലേക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. വിൻസെന്റ് കോമ്പറക്കാരൻ ട്രഷറർ, നമുക്കറിയാം കണക്ക് ₹1 പോലും കൃത്യമായി അത് എഴുതി അതിൻ്റെ വരവുചെലവ് കണക്കിലെല്ലാം സൂക്ഷിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ട്രഷർ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന വിൻസെന്റ് കോമ്പറക്കാരനെ ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. AKCCയുടെ വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പുള്ളി, അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി ഈ ടൂർണമെന്റിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.
ടെൽസൺ കോട്ടോളി, നമുക്കറിയാം ഈ പ്രോഗ്രാമിന്റെ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഈ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ടെൽസന്റെ കൂടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ്. ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളിയെ ഏറ്റവും സ്നേഹത്തോടുകൂടിയിട്ട് ഈ യോഗത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജോയിന്റ് കൺവീനറായിട്ടുള്ള വർഗീസ് ജോൺ, ഷാജു പാറേക്കാടൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റാണ്, ജോബി അക്കരക്കാരൻ, ഇവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന് നമുക്കറിയാം ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കാണികളാണ്. ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ കളി കണ്ടുകൊണ്ട് കളിയെ പ്രോത്സാഹിപ്പിക്കുകയും വളരെ അച്ചടക്കത്തോടുകൂടി ഭംഗിയായും ഇതിന്റെ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടിയിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.